साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। सत्यं शिवं सुन्दरम् మనము నిజమైనటువంటి ఒక బంధువులను మిత్రులను ప్రేమించాలి. We should love our relations, our friends, the near and near. భగవంతుడు ప్రేమిస్తూ వస్తుంటాడు. And God loves you continuously. కష్టపడేటువంటి వాడిని, రోడ్డులో పడే అవస్థలు పడేటువంటి వాడిని చూచి మనము వ్యర్థంగా పోకూడదు. Don't simply neglect, don't brush aside, don't simply walk away watching poor people. వారిని మనము ప్రేమించి వారి బాధ తీర్చాలి. To the extent possible you should love them and go to their rescue. అప్పుడే మనకు దైవము మనకు ప్రత్యక్షమై తగినటువంటి బలం అందిస్తాడు. Then only you will enjoy the manifestation of God and he will give you the strength. భగవంతుని కంటే మించినటువంటి ప్రేమ గలవారు ఈ జగత్తులో లేరు. There's no one else in this world who has more love, greater love than God himself. భజన చేసినా ఇంకే విధమైన పని చేసినా భగవంతుని ప్రేమ కోసమని. We do bhajans, we do other sacred activities is only to earn his love. కనుక భగవంతుని ప్రేమించినప్పుడు మనం ఎంతైనా బలం మనకు లభిస్తుంది. With God's love you will have all the strength and might. మనకు భగవంతుడే ఆ బలం అంతా అందిస్తాడు. It's God who will give you the divine strength. కనుక మీరు భగవంతుని ప్రేమించి, therefore love God. భగవంతుని బిడ్డలైనటువంటి ప్రజలను ప్రేమించి, love the children of God, the society. చిన్న బిడ్డలను ప్రేమించి, love children. వారి అవస్థలు తీర్చినప్పుడే, when you solve their problems, అదే మన జన్మ సార్థకం. that amounts to redemption, sanctification of our human life. కష్టపడేటువంటి వారిని చూసి మనం ఏమాత్రము జాలి ప్రేమ లేకుండా వెళ్ళిపోతే అంతకంటే గొప్ప పాపం వస్తుంది. There cannot be greater sin to be indifferent to the suffering people, to sickly people. రేపటి దినం నీవు బాధపడినప్పుడు నీ మిత్రులు నిన్ను చూసి నవ్వుతారు. Tomorrow when you suffer, you will be a laughing stock to others. కాబట్టి ఇతరులను ప్రేమించి నీవు ఇతరుల చేత ప్రేమింపబడు. Therefore you love and be loved in turn. നാരായണഗുരുസ്വാമിയുടെ കാലം മുതലേ പറയുന്നുണ്ട്, നീ അഭിവൃദ്ധിയിലേക്ക് വരാനുള്ള, ഉന്നമനത്തിലേക്ക് വരാനുള്ള ഏക മാർഗം വിദ്യ ആർജിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിദ്യയാണ് നമ്മുടെ ഏറ്റവും വലിയ മഹാബലം. ആ വിദ്യ എങ്ങനെയാണ് ആർജിക്കുന്നത്? നമ്മളുടെ പഠനത്തോടെ ചെറിയ ചെറിയ ക്ലാസ്സുകളിൽ പോലും മെനക്കെട്ടിരുന്ന് പഠിക്കണം. വളരെ ശ്രദ്ധയോടുകൂടി. നമുക്ക് കിട്ടിയ അവസരം എല്ലാവർക്കും കിട്ടുന്നതല്ല, എല്ലാ കുട്ടികൾക്കും ഉള്ളതല്ല. ഈ നാട്ടിൽ തന്നെയുള്ള, ഒരുപക്ഷെ ഈ ഗ്രാമത്തിൽ തന്നെയുള്ള മറ്റു കുട്ടികളെ നോക്കിയാൽ അറിയാം, അവർക്കൊന്നും ഇല്ലാത്ത സൗഭാഗ്യമാണ് നിങ്ങൾക്ക് കൈവന്നിരിക്കുന്നത്. തായ് ഗ്രാമമാണെങ്കിൽ ഞാനിവിടെ മനസ്സിലാക്കിയിടത്തോളം നിങ്ങൾക്ക് ഏതുവരെ പഠിക്കാൻ ആഗ്രഹിക്കുന്നുവോ അതുവരെ നിങ്ങളെ പഠിപ്പിക്കാനുള്ള തയ്യാറെടുപ്പ്, അതിനുള്ള സന്മനസ് സായി ഗ്രാമത്തിൻ്റെ ചുമതല വഹിക്കുന്നവർക്കുണ്ട്. വിവേകാനന്ദൻ 39 വയസ്സ് മരിച്ചെങ്കിൽ എനിക്ക് 70 വയസ്സ് കൂടുതൽ പ്രായമായി. അപ്പോൾ ഏതാണ്ട് ഇരട്ടിയോളം കാലം ജീവിച്ചു. പക്ഷെ നമ്മളൊക്കെ നമ്മുടെ ഇത്രയും ജീവിതകാലം കൊണ്ട് 39 വയസ്സുകാരൻ ചെയ്തതിൻ്റെ ഒരു 100-ലൊരംശം പോലും, 1000-ലൊരംശം പോലും നമുക്ക് ചെയ്യാൻ ജീവിതത്തിൽ സാധിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് അത് സാധിക്കണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നമ്മുടെ സേവന മനസ്ഥിതി കൊണ്ട്, നമ്മുടെ പ്രവർത്തന സന്നദ്ധത കൊണ്ട് ഒക്കെ അത് സാധിക്കാം. അത് ദൃഢനിശ്ചയമാണ്. ശരിക്കും
അദ്ദേഹം എന്തെല്ലാം പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ യുദ്ധം ചെയ്താണ്, അതിനോട് പൊരുതിയാണ് ഈ കാര്യങ്ങളെല്ലാം നേടിയതെങ്കിൽ നമുക്ക് കിട്ടുന്ന ഈ സൗകര്യങ്ങളെല്ലാം ഉപയോഗിച്ച് നമ്മൾ നന്മയിലേക്കും ഉയർച്ചയിലേക്കും ഉയരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടിമത്വത്തിലും പരസ്പരം കണ്ടാൽ കടിച്ചു കീറുന്ന, എന്താണ് നന്മയെന്നും സംസ്കാരമെന്നും എന്താണ് മാനവ മൂല്യമെന്നും മനസ്സിലാക്കിയില്ലാത്ത ഒരു ജനതയുടെ രാജ്യത്ത്, തൻ്റെ രാജ്യത്തെ ഈ ലോകത്തിലെ ഒന്നാമതായ രാജ്യമായി ഉയർത്തുന്നതിന് എന്താണ് ലോകത്ത് ചെയ്യേണ്ടതെന്ന് അന്വേഷിച്ച് അതിനുവേണ്ടി സ്വജീവിതം കൊണ്ട് നാടിന് ആത്മീയതയുടെ കഥയും ഭൗതികതയുടെ കഥയും പറഞ്ഞു കൊടുക്കുകയും ലോകത്തിൽ എന്തു മാറ്റമാണ് ഉണ്ടാകുന്നതെന്ന് അന്വേഷിക്കുവാൻ ലോകത്തിലാകെ പട്ടിണി കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും കയ്യിൽ കാശില്ലാഞ്ഞിട്ടും ഭാഷയറിഞ്ഞിട്ടും സ്പോൺസറിങ് ചെയ്യുവാൻ ആളില്ലാഞ്ഞിട്ടും ലോകത്തിൻ്റെ ഒരുപാട് സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് അതിൻ്റെ ശാസ്ത്ര നേട്ടങ്ങൾ, ലോകം എങ്ങനെയാണ് ശാസ്ത്രീയമായ ശാസ്ത്ര നേട്ടങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതെന്ന് മനസ്സിലാക്കുവാൻ ഇറങ്ങിപ്പുറപ്പെട്ട ഒരു യുഗപുരുഷൻ്റെ, ഒരു യുവ സന്യാസിയുടെ, ഭാരതം ഒരുപക്ഷെ ലോകത്തിന് സംഭാവന ചെയ്ത സൂര്യതേജസ്സുകളിൽ സൂര്യതേജസ്സായിട്ടുള്ള സ്വാമി വിവേകാനന്ദൻ്റെ 150-ാം ജന്മദിനം ആഘോഷിക്കുക എന്ന് പറയുക, അതിൽ എന്നെ കൂടി ക്ഷണിക്കുക എന്ന് പറയുമ്പോൾ മഹത്തായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ ജന്മം കൊണ്ട് മഹത്തായ കാര്യങ്ങൾ ഒരുപക്ഷെ ചെയ്തു തീർക്കുവാൻ കഴിഞ്ഞില്ല എങ്കിലും മഹത്തായതിനോട് ചേർന്ന് നിൽക്കുവാൻ കഴിയുന്നതിൽ അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ. ലോകത്തിലെ മുഴുവൻ ആളുകളെയും സഹോദരി സഹോദരന്മാരെ എന്ന് തനിക്കൊരു പരിചയവുമില്ലാത്ത, താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ജനതയെ പോയി സഹോദരി സഹോദരന്മാരെ എന്ന് വിളിക്കുവാൻ കഴിയുക. നിങ്ങൾ ഏതു വഴിയിലൂടെ സഞ്ചരിച്ചാലും നിങ്ങൾ എത്തുന്നത് ഒരിടത്തേക്കാണ്. നിങ്ങൾ ഏതു മാർഗത്തിലൂടെ പോയാലും, ഏതു മതത്തിലൂടെ പോയാലും, ഏതു ആശ്രമത്തിലൂടെ പോയാലും, നിങ്ങൾ ഏതു പാതയിലൂടെ സഞ്ചരിച്ചാലും നിങ്ങൾ എത്തുന്നത് ഒരിടത്താണെന്ന് തിരിച്ചറിയുകയാണെങ്കിൽ നാം എന്തിനീ വർഗ വർണ്ണ ജാതി മത കോമരങ്ങളുടെ പേരേറി എന്തിനു നാം കലഹിക്കുന്നുവെന്ന് ലോക ജനതയുടെ മുന്നിൽ ഷിക്കാഗോയിൽ വെച്ച് ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തെ ക്ഷണിച്ചതല്ല, അദ്ദേഹത്തിന് അവസരം കിട്ടിയതല്ല, ഇനി ആരെങ്കിലും അവസാനം സംസാരിക്കുവാനുണ്ടോ എന്ന് ഡയസിൽ നിന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരു ചെറിയ അഭിപ്രായം പറയാനുണ്ടെന്ന് പറഞ്ഞ ആ യുവ സന്യാസി ലോകത്തിൻ്റെ എല്ലാവരുടെയും ആദരവ് പിടിച്ചു പറ്റിയ യുഗപുരുഷനായി ഒറ്റ പ്രസംഗം കൊണ്ട് മാറിയെങ്കിൽ ആ പ്രസംഗം സംഭാവന ചെയ്തത് ഭാരതമാണ്. ആ മനുഷ്യനെ പിറക്കുവാൻ കഴിഞ്ഞ ഭാരതത്തിൻ്റെ ദൈക്ഷണികത, ഭാരതത്തിൻ്റെ സംസ്കാരം നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞുവോ? അത് ഹൈന്ദവ സംസ്കാരമാണോ? അത് നബിയുടെ സംസ്കാരമാണോ? അത് യേശുവിൻ്റെ സംസ്കാരമാണോ? ബുദ്ധൻ്റെ സംസ്കാരമാണോ? ആരുടേതാണ് ആ സംസ്കാരം? അങ്ങനെ ഒരു യുഗപുരുഷനെ പ്രസവിക്കുവാൻ, വളർത്തുവാൻ ലോകത്തിന് സംഭാവന ചെയ്ത മണ്ണ് ചെറുതാണോ? ആ മണ്ണിൻ്റെ മൂല്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തതെന്തേ? പിന്മുറക്കാരായ നമുക്കത് തിരിച്ചറിയുവാൻ കഴിയാത്തതെന്തേ? വളരെ ഗൗരവമായ ഒരു ചോദ്യം. അങ്ങനെ തിരിച്ചറിയുവാൻ ഒന്നുകിൽ ഉറക്കം നടിക്കുന്നു, അറിഞ്ഞിട്ടും അറിയുന്നില്ല, എനിക്കിത് പ്രവർത്തിക്കേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് നാം അറിയാതെ ഉറക്കം നടിക്കുന്നു, അല്ലെങ്കിൽ എന്നെ ഇതൊന്നും ബാധിക്കുന്നതല്ല എന്നുള്ള വല്ലാത്ത ഓട്ടത്തിലാണ്. രണ്ടായാലും നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. എന്തുമാത്രം അധാർമികതകൾ! 4 കെട്ടും 80 വയസ്സുകാരൻ 20 വയസ്സുകാരിയെ കെട്ടുന്നതും, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ കെട്ടുന്നതും, 4 കെട്ടുന്നതും, എത്രയെത്ര ദുഷിച്ച ആചാരങ്ങൾ, എത്രയെത്ര ദുഷിച്ച ചിന്തകൾ എല്ലാ വിഭാഗത്തിലും ഉണ്ടായിരുന്നില്ലേ? അവിടെയല്ലേ ഗുരുദേവൻ്റെ പ്രസക്തി? അവിടെയല്ലേ മന്നത്ത് പത്മനാഭൻ്റെ പ്രസക്തി? അയ്യങ്കാളിയുടെ പ്രസക്തി? അങ്ങനെ എല്ലാ ജാതി മത വർഗ ചിന്ത എല്ലാ വിഭാഗങ്ങളിലും ഉണ്ടായ അനാചാരങ്ങൾക്കെതിരെ പോരാടണമെന്ന് പറഞ്ഞിടത്താണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് കേരളം ഭ്രാന്താലയമാണെന്ന്. നാം ഒരുപാട് പുരോഗമിച്ചു. എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് പഠിക്കാൻ അവസരം കൊടുത്തു. സഹപ്രവർത്തകൻ്റെ ജാതി നാം ചോദിക്കുന്നില്ല, എല്ലാം ചെയ്യുന്നു. പക്ഷേ ജനാധിപത്യത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ നിശ്ചയിക്കുന്നിടത്ത് പോലും, മന്ത്രിമാരെ നിശ്ചയിക്കുന്നിടത്ത് പോലും, സർവകലാശാലകളിൽ ആളുകളെ നിശ്ചയിക്കുന്നിടത്ത് പോലും എന്തിനു പറയുന്നു, നമ്മുടെ പേരുകളിൽ പോലും ഒക്കെ ഒരുപാട് ജാതിയും മതവും ഒക്കെ തിരിച്ചറിവുകളായി നാം ഒരുപക്ഷെ അടയാളങ്ങളായി കൊണ്ട് നടക്കുമ്പോൾ, ഞാൻ ആരെയും വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല, എൻ്റെ മനസ്സിൽ തോന്നിയ
ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നു. തോന്നിയപ്പോൾ പറയുമ്പോൾ വിവേകാനന്ദൻ പറഞ്ഞത്, ഒരുപക്ഷെ നാം പുറത്തേക്കല്ല വലിച്ചെറിഞ്ഞത്, ജാതി ചിന്ത ഉള്ളിലേക്ക് നാം ഉള്ളിലേക്കാണ് കടിച്ചിറക്കിയത്. അതുകൊണ്ടല്ലേ അവസരത്തിലും അനവസരത്തിലും നാം ഒളിഞ്ഞും തെളിഞ്ഞും ജാതി പ്രയോഗിക്കുന്നത്. പുറത്തേക്കാണ് കളഞ്ഞതെങ്കിൽ, നാം സംസ്കരിക്കപ്പെട്ടവനാണെങ്കിൽ, ഈ മഹത് വ്യക്തിത്വങ്ങളുടെ, ഗുരുദേവൻ്റെ, മന്നത്ത് പത്മനാഭൻ്റെ, അങ്ങനെ യുഗപുരുഷന്മാരുടെയും ആചാര്യന്മാരുടെയും വന്നുപോയ 1500 ഗുരുനാഥന്മാരുടെയും ഉൾക്കാഴ്ചകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ സംസ്കരിക്കപ്പെട്ടു, ഞാൻ ഒരു കൾച്ചറുള്ളവനായി, സംസ്കാരമുള്ളവനായി എന്ന് അഭിമാനിക്കുമ്പോഴും എൻ്റെ മാറ്റിവെച്ച വിഷം, ആ ചിന്ത ഉള്ളിലേക്കല്ലേ ഇട്ടത്? അല്ലെങ്കിൽ എന്തേ അവസരം വരുമ്പോൾ നീ പുറത്തെടുക്കുന്നു? എന്തേ പ്രശ്നങ്ങൾ വരുമ്പോൾ നീ പുറത്തെടുക്കുന്നു? വളരെ ഗൗരവമായി നാം ചർച്ച ചെയ്യണം. ഈ സായി ഗ്രാമം വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. 25 ലക്ഷം ആളുകൾക്ക്, 2 ഗ്രാമത്തിലെ 25 ലക്ഷം ആളുകൾക്ക് കുടിവെള്ളം കൊടുത്ത ശ്രീ സത്യസായി ബാബയുടെ പേരിലുള്ള, അതിൻ്റെ അനുയായികൾ നടത്തുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഭക്തർ നടത്തുന്ന ഒരു പ്രസ്ഥാനമാണിത്. 60 വർഷമായി ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് സോപ്പ് വെള്ളം കുടിക്കേണ്ടി വരുന്ന ജനത, ദിവസവും ടാങ്കർ ലോറിയിൽ വെള്ളം വാങ്ങി കുടിക്കുന്ന ജനത തിരുവനന്തപുരത്താണ്. ആദിവാസി ഗ്രാമങ്ങളിലല്ല, തിരുവനന്തപുരത്താണ്. വളരെ വേദന തോന്നി. അങ്ങനെയുള്ള മേഖലകളിൽ ഒരുപാട് കാര്യങ്ങൾ സർക്കാരും ഉദ്യോഗസ്ഥരുമൊക്കെ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യേണ്ടതുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ഒരുപാട് മാതൃകകൾ ആവശ്യമുണ്ട്. അങ്ങനെ ഒരുപാട് മാതൃകകൾ ഉണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനമായി, ഒരു സാമൂഹ്യ പ്രേരക ശക്തിയായി, ഒരു കറക്റ്റീവ് മെഷറായി അനന്തകുമാർ സാറിനും സാർ വളർത്തിയെടുക്കുന്ന ചുണക്കുട്ടികൾക്കും കഴിഞ്ഞാൽ അതായിരിക്കും ഈ ലോകത്തിന് നിങ്ങൾ സംഭാവന ചെയ്യുന്നത്. ഇത് ചെയ്യരുതേ, ഇതാണ് ചെയ്യേണ്ടത്, ഇതരുതേ, ഇത് ചെയ്യൂ എന്ന് പറയുവാനുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുവാനാണ് സാർ ശ്രമിക്കുന്നത്. സാറിൻ്റെ ആളുകൾ ഈ ട്രസ്റ്റ് ശ്രമിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. അവിടെയാണ് വിവേകാനന്ദ സ്വാമി പറഞ്ഞതിൻ്റെ പ്രസക്തി. നിങ്ങൾക്കും 2 കണ്ണുകളാണ്, എനിക്കും 2 കണ്ണാണ്, നിങ്ങൾക്കും ഒരു മൂക്കാണ്, എനിക്കൊരു മൂക്കാണ്, നിങ്ങൾക്കും 2 കൈയാണ്, എനിക്കും 2 കൈ മാത്രം. പിന്നെന്തേ നീ ലോകത്തിൻ്റെ ചുണക്കുട്ടിയായി ലോകത്തിൻ്റെ നെറുകയിൽ കയറി നിന്ന് ഇതെൻ്റെ രാജ്യമാണെന്ന് പറയുവാൻ, ഇതെൻ്റെ നാടാണെന്ന് പറയുവാൻ, ഇതെൻ്റേതാണെന്ന് പറയുവാൻ കഴിയാതെ നീ ആരെ പേടിച്ചിട്ടാണ് നീ ഭയക്കുന്നത്? തൽക്കാലം തരുന്ന ചില സുഖസൗകര്യങ്ങളോ, ജാതി മത വർഗ വർണ്ണങ്ങളും രാഷ്ട്രീയവും പ്രസ്ഥാനങ്ങളും തരുന്ന ചെറിയ അപ്പക്കഷ്ണങ്ങളും ബ്രെഡിൻ്റെ കഷ്ണങ്ങളും എല്ലിൻ കഷ്ണങ്ങളുടെ സുഖം കണ്ടിട്ടാണോ നീ നിൻ്റെ വളർച്ചയെ മുരടിക്കുന്നത്? നീ ഉണരണം, വളരെ ഗൗരവമായി ഉണരണമെന്നുള്ള വളരെ ഉദാത്തമായ ആഹ്വാനമാണ് സ്വാമി തരുന്നത്. നിങ്ങൾ ധീരന്മാരായി മാറണമെങ്കിൽ, എല്ലാ അനീതികളെയും എതിർക്കണമെങ്കിൽ, സത്യം സത്യമായി പറയണമെങ്കിൽ സ്വാമിയെ കൂടുതൽ അറിയണം. നാളത്തെ IAS-കാരും IPS-കാരും, നാളത്തെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും, മനുഷ്യപ്പറ്റുള്ള മാനവമുഖമുള്ള എഞ്ചിനീയർമാരെ നമുക്ക് ആവശ്യമുണ്ട്. മാനവമുഖമുള്ള ഡോക്ടർമാരെ നമുക്ക് ആവശ്യമുണ്ട്. മാനവമുഖമുള്ള ശാസ്ത്രജ്ഞന്മാരെ നമുക്ക് ആവശ്യമുണ്ട്. മാനവത്വമുള്ള മനുഷ്യപ്പറ്റുള്ള IAS-കാരെ നമുക്ക് ആവശ്യമുണ്ട്. IPS-കാരെ ആവശ്യമുണ്ട്. രാഷ്ട്ര നേതാക്കളെ നമുക്ക് ആവശ്യമുണ്ട്. അതിനെ വാർത്തെടുക്കുവാൻ കഴിയുന്ന, അങ്ങനെ വാർത്തെടുക്കുന്ന മാതൃകാ സ്ഥാപനമായി സായി ഗ്രാമം വളരുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആത്മീയത പോലും കച്ചവടം ചെയ്യുന്ന ഞാൻ സായി ഗ്രാമിൽ നിൽക്കുമ്പോൾ ഇവിടെ ഒരു ആത്മീയതയെ ബന്ധപ്പെട്ട പ്രസ്ഥാനത്തിലാണ് നിൽക്കുന്ന ഉത്തമ ബോധ്യത്തോടെ ഞാൻ പറയട്ടെ, ആത്മീയത പോലും കച്ചവടം ചെയ്യുന്ന, അതിന് പോലും ഒരുപാട് മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ ഉണ്ടാക്കുന്ന, ഒരുപാട് രൂപത്തിൽ ജനങ്ങളെ പല രൂപത്തിലും കൈകാര്യം ചെയ്യുന്ന ലോകത്ത് അതൊന്നുമില്ലാതെ നന്മയുടെ മാർഗത്തിലൂടെ, മാനവസേവയുടെ മാർഗത്തിലൂടെ, ശരിയുടെ മാർഗത്തിലൂടെ ലോകത്ത് നയിക്കുവാൻ ഇറങ്ങിപ്പുറപ്പെട്ട സായി ഗ്രാമനും അതിൻ്റെ ഉദാത്തമായ മാതൃകകൾ ഉണ്ടാക്കാൻ മുന്നിൽ നിൽക്കുന്ന ഇതിൻ്റെ പ്രിയപ്പെട്ട അനന്തകുമാർ സാർ അടക്കമുള്ള അണിയറ പ്രവർത്തകർക്കും സ്വാമി വിവേകാനന്ദൻ്റെ 150-ാം വാർഷികത്തിൽ കൂടുതൽ ഊർജവും ഓജസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ. പുതിയ സ്വപ്നങ്ങൾ കാണാൻ നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, കുഞ്ഞുങ്ങൾ പുതിയ നല്ല സ്വപ്നങ്ങൾ കാണുവാൻ, നമ്മുടെ നാട് നമ്മുടേതാണ്, ഇത് നമുക്ക് വേണം. മൂല്യങ്ങളുള്ള, സത്യമുള്ള, സദാചാരമുള്ള അമ്മയെ, പെങ്ങളെ എല്ലാവരെയും തിരിച്ചറിയാൻ കഴിയുന്ന, എല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുന്നൊരു സമൂഹം നമുക്ക് ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിയുന്നതിൽ നിങ്ങൾ പ്രവർത്തിക്കണം. പ്രകൃതിയെ നൊമ്പരിപ്പിക്കാതെ, വ്രണപ്പെടുത്താതെ ഈ സായി ഗ്രാമം വളർന്നുകൊണ്ടിരിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. മാത്രമല്ല, ഇവിടെ വരുന്ന കുട്ടികളും അമ്മമാരൊക്കെ പ്രകൃതിയുടെ മക്കളെ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. കൃത്രിമത്വമായിട്ട് ഇവിടെ ഒന്നും കണ്ടില്ല. ഇതങ്ങോളം ഇതേപോലെ സംരക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്
നമുക്ക് മാതൃകയായിട്ട് തന്നെ ഒരു പ്രകൃതി സംരക്ഷണത്തിന് മാതൃകയായിട്ട് തന്നെ ഈ സായി ഗ്രാമത്തെ കാണാൻ പറ്റും. എനിക്ക് വളരെ വളരെ ഇഷ്ടമായി. ഇതിൻ്റെ മുമ്പിൽ കിടക്കുന്ന ഈ പിന്നെ ഈ ചെറിയ പോണ്ട്, അതിന് എന്ത് രസമാണെന്നറിയാം. അവിടെ ജലച്ചെടികളുണ്ട്. മറ്റേ പുറത്ത് പോവുകയാണെങ്കിൽ അവിടെയൊക്കെ കാണുന്നത് നല്ല പച്ചപ്പുള്ളത്, മറ്റെല്ലാം ഉണ്ട്, പക്ഷികളുണ്ട്, എല്ലാം നല്ലൊരു ഗ്രാമം. പിന്നെ അത് മാത്രം നല്ല പശുക്കൾ ഇവിടെയുണ്ട്, ഞാൻ കണ്ടു. ഒരുപാട് പശുക്കൾ, ശുദ്ധമായ പാല് കുടിക്കാനുള്ള അവസരം ഇവിടുത്തെ ആൾക്കാർക്ക് ലഭിച്ചിട്ടുണ്ട്. അതൊരു വളരെ മഹാഭാഗ്യമാണ്. മാത്രമല്ല ഞാൻ മേലെ പോയി ഇപ്പോൾ വിവേകാനന്ദ സെൻറ്റർ ഉണ്ടാക്കാൻ അവർ പോകുന്നു പറഞ്ഞു. അത് നല്ലൊരു സ്ഥലമാണ്, ഏറ്റവും പൊക്കമുള്ള സ്ഥലം. അവിടെ നിന്ന് നോക്കിയാൽ വിശാലമായ ഒരു വീക്ഷണം നമുക്കുണ്ടാവും. അപ്പോൾ വിവേകാനന്ദൻ്റെ ആ വീക്ഷണം അവിടെ നമ്മൾ ഉണ്ടാക്കണം. വിവേകാനന്ദ സ്വാമിയുടെ 150-ാം ജന്മവാർഷികമാണ്. ഇതോടനുബന്ധിച്ച് തന്നെ അതിന് അവിടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. 20 ഏക്കർ സ്ഥലം എന്ന് പറഞ്ഞാൽ കുന്നും കുഴിയും മേടും പരപ്പും എല്ലാം ഒരു വ്യത്യസ്ത സ്വഭാവമുള്ള മാതിരി, അല്ല വെറും പരപ്പല്ല, അതും പ്രകൃതിയുടെ മനോഹാരിതയെ വിളിച്ച് കാണിക്കുകയാണ്. രന്തമില്ലല്ലോ ഉലക്കാലം പോഴായുഗത്തിൽ, എണ്ണമില്ലല്ലോ എഴുത്തുമില്ലല്ലോ ഉലക്കാലം പോഴായുഗത്തിൽ, എണ്ണമില്ലല്ലോ എഴുത്തുമില്ലല്ലോ ഉലക്കാലം പോഴായുഗത്തിൽ. सत्य साई हरे भक्त जना संरक्षक, भक्त जना संरक्षक पति महेश्वरा, ओम जय जगदीश हरे. शशिवदना श्रीकरा सर्व प्राणपते, स्वामी सर्व प्राणपते, आश्रित कल्पलतीका, आश्रित कल्पलतीका, आवताण्डवा, ओम जय जगदीश हरे. माता पिता गुरुदैवमु मरियन्तयु नीवे, स्वामी मरियन्तयु नीवे. नाद ब्रह्म जगन्नाथ, नाद ब्रह्म जगन्नाथ, नागेन्द्र शयना, ओम जय जगदीश हरे. ओंकार रूप ओजस्वी साई महादेव, सत्य साई महादेव. मंगल हारति अंधुको, मंगल हारति अंधुको, मंगल गिरिधारी, ओम जय जगदीश हरे. नारायण नारायण ओम सत्य नारायण 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 ओम, नारायण नारायण ओम सत्य नारायण नारायण ओम सत्य नारायण नारायण ओम. ओम जय सद्गुरुदेवा. नारायण नारायण ओम सत्य नारायण 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 ओम, नारायण नारायण ओम सत्य नारायण नारायण ओम सत्य नारायण नारायण ओम. ओम जय सद्गुरुदेवा. नारायण नारायण ओम सत्य नारायण 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 ओम, नारायण नारायण ओम सत्य नारायण नारायण ओम सत्य नारायण नारायण ओम. ओम जय सद्गुरुदेवा. शांति शांति शांति. समस्त लोकाः सुखिनो भवन्तु.
समस्तलोका